പെരിന്തൽമണ്ണ ദുബായ് പടിയിൽ അംഗൻവാടി കെട്ടിടത്തിനും വാഹനങ്ങൾക്കും ജലവിതരണ സംഭരണിക്കും സ്വകാര്യ വ്യക്തിയുടെ വലിയ മതിൽ ഭീഷണിയായ പ്രശ്നം പരിഹരിച്ചില്ല. പരിഹാര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ താലൂക്ക് സഭയിൽ പരാതി നൽകി. നഗരസഭ നടപടി കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതിയുമായി എത്തിയത്. മതിലിന്റെ വലിയൊരു ഭാഗം 1.5 മാസം മുമ്പ് ഇടിഞ്ഞു വീണിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിലെ ദുബായ് പടി പള്ളിപ്പടി റോഡിൽ കുത്തനെയിറക്കവും വളവും ഉള്ള ഭാഗത്ത് അംഗനവാടി കെട്ടിടത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ വലിയ മതിലുള്ളത്. മാസങ്ങൾക്ക് മുൻപ് ഈ മതിലിൽ വിള്ളൽ അനുഭവപ്പെട്ടിരുന്നു. ഈ വിള്ളൽ അപകട ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ നഗരസഭാ അധികൃതർക്കും ബന്ധപ്പെട്ട അധികാരികളോടും പരാതിപ്പെട്ടിരുന്നു. അംഗൻവാടി കെട്ടിടത്തോട് ചേർന്ന മതിലിന്റെ വലിയൊരു ഭാഗം 1.5 മാസം മുമ്പ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്തു. മതിലിനോട് ചേർന്നുള്ള 150ഓളം കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന ജലസംഭരണിയും തകരുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. മതിൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നഗരസഭാ അധികൃതരെത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയതാണ്. സുരക്ഷയുള്ള മതിൽ നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തിക്ക് സമയവും അനുവദിച്ചതാണ്. എന്നാൽ ഈ പ്രശ്നം ഇതുവരെയും പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ താലൂക്ക് സഭയിൽ പരാതിയുമായി എത്തിയത്. സർക്കാരിൻ്റെ ഒരു കെട്ടിടമാണ്, ഒരു പൊതുമുതൽ നശിച്ചു പോണേലും അതേപോലെ അതിൻ്റെ ചുവട്ടിൽ തന്നെ 200ഓളം വീടുകൾക്ക് കുടിവെള്ളം അതിൻ്റെ വീട്ടിലാണ് ആ ടാങ്ക്. ഈ മതിലിനോട് ചാരി ആ ടാങ്കിന് ഇനി ബാക്കിൽ പൊളിഞ്ഞാടിയാൽ ആ ടാങ്കും പൊളിഞ്ഞാടി ആ പ്രദേശത്തെ ആകെ കുടിവെള്ളം മുടക്കുന്ന ഒരവസ്ഥയും മദ്രസും സ്കൂളും നാട്ടുകാരും നടന്നു പോണ വഴിയിൽ ഉള്ള ഭീഷണി ഒക്കെയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം നഗരസഭയിൽ നിന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ താലൂക്ക് സഭയിൽ അപേക്ഷ കൊടുത്ത് വന്നത്, നേരിട്ട് വന്നത്. അപ്പോൾ 7 ദിവസം കൊണ്ട് തഹസിൽദാർക്ക് 7 ദിവസം കൊണ്ട് താലൂക്ക് സഭയിൽ 7 ദിവസം കൊണ്ട് അതിന് ഒരു പരിഹാരം കാണിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മതിൽ ഇടിഞ്ഞു വീഴുമെന്ന് ഭീഷണിയായതോടെ 2 മാസം മുമ്പ് ഈ കെട്ടിടത്തിൽ നിന്നും കുട്ടികളെ നഗരസഭ ഇടപെട്ട് സമീപത്തെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ തീരെ സൗകര്യമില്ലാതെയാണ് അംഗനവാടി പ്രവർത്തിക്കുന്നതെന്ന് അംഗനവാടി പ്രവർത്തക അജിത പറഞ്ഞു. കുട്ടികൾ വാടക കെട്ടിടം 10-25ഓളം കുട്ടികളുണ്ട് അവിടെ വരുന്നത്. പക്ഷേ അവിടെ 10 കുട്ടികളിൽ അധികം ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ കുറവാണ് വരുന്നത് വാടക കെട്ടിടത്തിൽ. അവിടെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നത്തിലാണ്. അടിസ്ഥാന സൗകര്യം ഇല്ല തന്നെ പറയാം. പിന്നെ കെട്ടിടം തന്നെ ചെതലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെതലൊക്കെ പിടിച്ചതുകൊണ്ട് പിന്നെ എവിടെയൊന്ന് കിട്ടാത്തതുകൊണ്ട് തൽക്കാലത്തിന് അങ്ങോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കെട്ടിടം വലിയ സുരക്ഷിതത്തിലല്ല ഇപ്പം നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ബൾജ് ചെയ്ത് നിന്നിട്ട് ഞങ്ങൾ അന്ന് പരാതി കൊടുത്തു. ഇതിപ്പോൾ വീണ് കഴിഞ്ഞാൽ യാത്രക്കാർക്കും അംഗൻവാടിക്കൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ അന്നൊന്നും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആര്. ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ഈ മതിൽ ഏത് സമയത്തും ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ്. മതിൽ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 5 കുട്ടികൾ മദ്രസയ്ക്കും ഉണ്ട്. അത് രാത്രി 6 മണി മുതൽ 8 മണി വരെയുള്ള മദ്രസയാണ് രാത്രിയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കുട്ടികൾക്ക് പോകണം. ഒരു വാഹനത്തിന് പോകുകയാണെങ്കിൽ അത് ഇറക്കാണ്. ഇറക്കം എന്ന് വിചാരിച്ചാലും വരെ ഭയങ്കര ഇറക്കാണ്. ആ ഇറക്കത്തിലേക്ക് ഒരു കല്ല് വീണ് കഴിഞ്ഞാൽ ഒരു വണ്ടിയോ കുട്ടികളോ ആര് ശ്രമിച്ചാലും നിർത്താൻ കഴിയില്ല. അതന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തെന്ന് പറയുക, കുറേ കാലമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇപ്പോൾ കെട്ടും. പിന്നെ കെട്ടാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിന് നമുക്ക് പറയാം. അതല്ല, സാമ്പത്തിക ശേഷി ഇല്ല ഒരാളാണ് ഇത് ചെയ്തുകൊണ്ട് നടക്കണം. അപ്പോൾ ബാക്കിയുള്ള കാര്യം ഇങ്ങനെ. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചക്കകം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് താലൂക്ക് സഭ അറിയിച്ചിട്ടുള്ളത്. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.